ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ റീസണിങ്ങിന്റെ റിവിഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത്രയും ടോപ്പിക്കാണ്. ഓക്കെ, ഈ 6 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ്? മിറർ ആൻഡ് വാട്ടർ ഇമേജ്, അതുപോലെ പേപ്പർ ഫോൾഡിങ്, കട്ടിംഗ് ഉണ്ട്, അതുപോലെ കംപ്ലീഷൻ ഓഫ് ഇൻകംപ്ലീറ്റ് പാറ്റേൺ, പിന്നെ ഇൻഇക്വാലിറ്റി, ക്യൂബ്സ് ആൻഡ് ഐസ്. എല്ലാം ചെറിയ ടോപ്പിക്കാണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ പോർഷൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് മിറർ ആൻഡ് വാട്ടർ ഇമേജ്. ഓക്കെ, എല്ലാവർക്കും അറിയാം ഏതാണ്ട് സെയിം ആണ് രണ്ട് കാര്യങ്ങളും. മിററും വാട്ടറും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ മിറർ നോക്കണം, അതുപോലെ വാട്ടർ ഇമേജ് നോക്കണം. അപ്പോൾ എന്താണ് ഈ മിററും വാട്ടറും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ നമ്മൾ നോക്കിയാൽ മിറർ ഇമേജ് ആണെങ്കിൽ നമ്മളിതാ ഇതാണ് ഒരു ബോഡി, അതിൻ്റെ ഇവിടെ മിറർ വെച്ചു, ലെഫ്റ്റിലോ റൈറ്റിലോ നമ്മൾ മിറർ വെച്ചു. സാധാരണ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലോ റൈറ്റിലോ നമ്മൾ ഇതുപോലൊരു മിറർ വെക്കും. ക്ലിയർ? അങ്ങനെ വെച്ചാൽ ലെഫ്റ്റും റൈറ്റും ഇന്റർചേഞ്ച് ചെയ്യും. ക്ലിയർ? അതായത് ഇതാണ് നമ്മുടെ ബോഡി, നമ്മുടെ നോർമൽ ഇമേജ് ഇതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഒരു മിറർ വെച്ചു. ക്ലിയർ? അപ്പൊ ഇതിന്റെ ഇമേജ്, അതാ മിറർ ഇമേജ് എങ്ങനെ ഫോം ചെയ്യും? അതായത് ഇത് നമുക്ക് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ക്ലിയർ? അപ്പൊ ഇവിടെ ഹാൻഡ് പൊക്കിയിട്ടുള്ള ഇത് ലെഫ്റ്റിലാണുള്ളത്. അപ്പൊ മിറർ ഇമേജ് വരുമ്പോൾ എന്താവും? ഇത് റൈറ്റിലേക്ക് പോകും. ഈ ലെഫ്റ്റ് ഉള്ളത് നേരെ റൈറ്റിലേക്ക് പോകും, റൈറ്റിലുള്ളത് നേരെ ലെഫ്റ്റിലേക്ക് പോകും. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് മിറർ ഇമേജിന്റെ ഡിഫറൻസ് വരുന്നത്. മിറർ ഇമേജ് ആണെങ്കിൽ നമ്മളൊരു ബോഡീന്റെ മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ എന്താവും? ഇവിടെയാണ് നമ്മൾ മിറർ വെക്കുക. ക്ലിയർ? അതാണ് നമ്മൾ മിറർ ഇമേജ്. സാധാരണ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ മിറർ ഇമേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ആ ബോഡീന്റെ ഇവിടെ മിറർ ഇമേജ് വെച്ചിട്ട് നോക്കുക. ക്ലിയർ? ഇനി നമുക്ക് എന്താ വാട്ടർ ഇമേജ് ആണെങ്കിൽ, വാട്ടർ ഇമേജ് നമ്മൾ സാധാരണ വെള്ളത്തിൽ നമ്മൾ എങ്ങനെയാ നോക്കുക? ഇതുപോലുള്ള നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് നോക്കുന്നു. അപ്പൊ എന്താ നമ്മൾ ഇവിടെ ഹെഡ് ഉണ്ട്. അപ്പൊ ഇവിടെ ഹെഡ് എങ്ങനെയാണ്? ഹെഡ് നേരെ താഴേക്ക് തിരിഞ്ഞു വന്നു, നേരെ തിരിഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഇൻവേർഷൻ ആണ്. അതായത് വെർട്ടിക്കലുള്ള കാര്യം നേരെ വാട്ടർ ഇമേജ് ആകുമ്പോൾ എന്താവും? നേരെ തിരിച്ചു വരും. ക്ലിയർ? അപ്പോൾ വാട്ടർ ഇമേജ് ആണെങ്കിൽ നമ്മളിതാ ഇതുപോലുള്ള ഒരു ബോഡീന്റെ വാട്ടർ ഇമേജ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മളിതാ ഇവിടെയാണ് എന്താ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് ബേസ് ആയിട്ട് എടുക്കുക. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് വാട്ടർ ഇമേജ് കാണുക. അപ്പൊ എന്താവും? ഇവിടെ ടോപ്പിലുള്ള സാധനം ഇവിടെ ബോട്ടത്തിലാവും. ക്ലിയർ? അതായത് നേരെ തിരിഞ്ഞു വരും. കണ്ടോ? ഇവിടെ കണ്ടില്ലേ? ഇയാളെ ഹെഡ് ഇവിടെയാണ്, ഇവിടെ ഹെഡ് ഇവിടെയാണ്. ക്ലിയർ? അപ്പൊ ഇതാണ് മിറർ ഇമേജും വാട്ടർ ഇമേജും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ മിറർ ഇമേജ്, നമുക്ക് ആദ്യം മിറർ ഇമേജ് നോക്കാം. മിറർ ഇമേജിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താ? ചൂസ് ദ മിറർ ഇമേജ് ഓഫ് ദ ഫോളോയിങ് ഫിഗർ. അപ്പൊ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ ഇതുപോലുള്ള ഇമേജ് തന്നു. മിറർ അതിന്റെ എന്താ റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇമേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ പറഞ്ഞു എന്താണ്? ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. അപ്പൊ നേരെ തിരിച്ചു വരും. അപ്പോൾ ഈ റൈറ്റിലുള്ള ഭാഗം ഇവിടെ വരും, ലെഫ്റ്റിലുള്ള ഭാഗം ഇവിടെ വരും. ക്ലിയർ? അപ്പൊ ഇതെങ്ങനെയായിരിക്കും വരിക? ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിയേ, ഇത് നേരെ ഇങ്ങനെ വരും അല്ലേ? ഇതുപോലെ ആയിരിക്കും വരിക. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് വരിക. സിമ്പിൾ അല്ലേ? അപ്പൊ അതുപോലത്തെ ഇമേജ് ഏതാണ്? ഫസ്റ്റത്തെ ആണോ? ഫസ്റ്റത്തിൽ ഇവിടെ ഷെയ്ഡ് ഇല്ല, സോ ഇത് ക്യാൻസൽ ആണ്. സെക്കൻഡ് ആണോ? സെക്കൻഡ് ആണല്ലോ, അതായത് ഇവിടെ ഷെയ്ഡ് ഉണ്ട്, സെയിം ആണ്. സെക്കൻഡ് കറക്റ്റ് ആണ്. തേർഡ് ആണെങ്കിൽ ഇവിടെ ഷെയ്ഡ് ഇല്ല, റോങ് ആണ്. ഫോർത്ത് ആണെങ്കിൽ റോങ് ആണ്. ക്ലിയർ? അപ്പൊ സിമ്പിൾ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? ലെഫ്റ്റ് ഉള്ളത് റൈറ്റ് ആവും, റൈറ്റ് ഉള്ളത് ലെഫ്റ്റ് ആവും. അതാണ് മിറർ ഇമേജിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ക്ലിയർ? അപ്പൊ ഓപ്ഷൻ എന്താണ്? അപ്പൊ ഇങ്ങനെ വന്നാൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമുക്കിവിടെ ഫിഗർ ഇമേജ് ബി ആണ് കറക്റ്റ്, ഇമേജ് ബി ആണ് കറക്റ്റ് എന്ന് വെച്ച് നമ്മൾ ബി കൊണ്ടുപോയി ആൻസർ മാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഇവിടെ നോക്കിയേ, സിയിലാണ് ഇമേജ് ബി ഉള്ളത്. ക്ലിയർ? അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി അല്ല, അതായത് ഇമേജ് ബി ആണ്, പക്ഷേ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ മിറർ ഇമേജ് ഓഫ് ദ ഫോളോയിങ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം ആണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ മിറർ ഇമേജ് എങ്ങനെ എടുക്കാം? റൈറ്റ്, ലെഫ്റ്റ്. ക്ലിയർ? ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. സോ നമുക്കിതാ ഇത് ഇതുപോലെ വരും. ഇനി എന്താ? റൈറ്റിലുള്ള കാര്യങ്ങളൊക്കെ ലെഫ്റ്റിലേക്ക് പോകും. ക്ലിയർ? റൈറ്റിലുള്ള കാര്യങ്ങളൊക്കെ ലെഫ്റ്റിലേക്ക് പോകും. അപ്പൊ ഇവിടെ ലെഫ്റ്റ് ഉണ്ട്, അത് നേരെ റൈറ്റിലേക്ക് വരും.
സോ ഇങ്ങനെ ആവില്ലേ? അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള സാധനം നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ക്ലിയർ? ഓക്കെ, ഇങ്ങനെയുള്ള സാധനം നേരെ തിരിച്ചിട്ട് അപ്പുറം വെച്ചാൽ എന്തായി? അതിന്റെ മിറർ ഇമേജ് ആയി. സോ ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ട്, അത് നേരെ നമ്മളൊരു ബുക്കിന്റെ പേപ്പർ ഇങ്ങോട്ട് മടക്കുന്ന പോലെ ആലോചിച്ച് നോക്കുക. അപ്പൊ എന്താ? നേരെ ഇങ്ങോട്ടായി, ഇവിടെ ആയി. പിന്നെന്താ? ഇങ്ങനെയുള്ളത് ഇപ്പുറം വരുമ്പോൾ ഇങ്ങനെയായി. പിന്നെന്തോ? ഇതോ ഈ ലൈൻ ഇങ്ങോട്ടായി. ക്ലിയർ? ഇനിയോ ഈ ലൈനോ? അത് അതേപോലെ ഇങ്ങനെയായി. ഇവിടെ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. ഈ ഡോട്ട് നേരെ ഇപ്പുറം ഇവിടെ ആയിരിക്കും. ക്ലിയർ? ഇനി ഇതുപോലുള്ള സാധനം ഇങ്ങോട്ട് വരുമ്പോൾ അത് നേരെ തിരിഞ്ഞു. ക്ലിയർ? അതായത് നമ്മൾ ഒരു ബുക്കിന്റെ പേപ്പർ ഇങ്ങനെ മടക്കുന്ന പോലെ ആലോചിക്കാം. ഇവിടെ ഇത്രയും സാധനം നേരെ ഇങ്ങനെ മടക്കുന്ന പോലെ ആലോചിക്കാം. ക്ലിയർ? അപ്പൊ ഇതിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണോ? അതായത് ഇമേജ് എ ആണോ? ഇമേജ് എയിൽ എന്താ ഇല്ലാത്തത്? ഇവിടെ ഇതാ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതാ ഇത് നേരെ തിരിച്ചാണുള്ളത്. പിന്നെ ഇത് ഇങ്ങോട്ടാണുള്ളത്. ഇമേജ് എ അവിടെ തന്നെ തെറ്റാണ്. ക്ലിയർ? നമുക്ക് ആദ്യം ഈ ലൈൻ ഇങ്ങനെ വരണം, ഇവിടെ ഷെയ്ഡ് ചെയ്യണം, പിന്നെന്താണ് ഇവിടെ ഇതാ സി പോലെ എഴുതണം. ക്ലിയർ? ഇവിടെ സി പോലെ എഴുതണം. അതായത് ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ നേരെ സി തിരിച്ചിട്ടതാണ്, അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ സി പോലെ ആവും. സോ ഇതാ ഇതും തെറ്റാണ്. ഇവിടെയോ? ഇവിടെ ആകുമ്പോൾ സി പോലെ എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ്? ഇത് കറക്റ്റ് ആണ്, പക്ഷേ ഇതാ ഈ ഷെയ്ഡ് ചെയ്തത് തെറ്റാണ്. സോ അതും തെറ്റാണ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കണ്ടോ, നമ്മളെ വരച്ച ഇമേജ് പോലെ തന്നെ ഇല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കാം. അതായത് ഇങ്ങനെ വരച്ചിട്ടുള്ള ഈ സാധനം നേരെ ഇപ്പുറം പോകുമ്പോൾ എന്താവും? നേരെ തിരിഞ്ഞു വരും. ക്ലിയർ? ഇവിടെ ഇങ്ങോട്ട് വരച്ച സാധനം, അതായത് ഇങ്ങനെ വെച്ചിട്ടുള്ള സാധനം അപ്പുറം പോകുമ്പോൾ എന്താവും? നേരെ തിരിഞ്ഞു വരും. ക്ലിയർ? അപ്പൊ നിങ്ങൾ മൈൻഡിൽ ഒന്ന് കാണുക. അതായത് ഇതൊന്നും വരക്കാൻ നിൽക്കരുത്. ഇതുപോലുള്ള ലോജിക്കൽ കാര്യങ്ങള് ഇതൊന്നും വരക്കാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ മൈൻഡിൽ തന്നെ ആലോചിക്കുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ ഇമേജ് ഡി ആണ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ്. ക്ലിയർ? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എൻകറേജ്മെന്റിനെ എങ്ങനെ നമുക്ക് തിരിച്ചെഴുതാം? അപ്പൊ നിങ്ങൾക്ക് ഓരോ ലെറ്ററിന്റെയും തിരിച്ചെഴുതുമ്പോൾ ആ ഒരു ഐഡിയ കിട്ടിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പൊ എൻകറേജ്മെന്റ്, അതായത് എൻകറേജ്മെന്റ് ഇങ്ങനെയല്ലേ എഴുതാം? MENT. നമ്മൾ ഇതിന്റെ ചോദിച്ച മിറർ ഇമേജ് ആണ് ചോദിക്കുന്നത്. സോ നമ്മൾ സാധാരണ മിറർ ഇങ്ങനെയാണ് വെക്കുക. ക്ലിയർ? അപ്പോ നേരെ നമ്മൾ തിരിക്കുന്നു. അതായത് ഇങ്ങനെയുള്ള സാധനം നേരെ ഇങ്ങനെ തിരിച്ചു വെക്കുന്നു, ഇങ്ങനെയുള്ള സാധനം ഇപ്പുറത്തേക്ക് തിരിച്ചു വെക്കുന്നു. സോ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ആദ്യം T ആണ് കിട്ടുക. ക്ലിയർ? പിന്നെ എന്നെ നേരെ തിരിച്ചാൽ ഇങ്ങനെയല്ല കിട്ടുക, എന്നിങ്ങനെ കിട്ടും. ക്ലിയർ? അതായത് ഈ എന്നിനെ നേരെ തിരിച്ചെഴുതിയാൽ ഇങ്ങനെ കിട്ടും. പിന്നെ ഈനെ തിരിച്ചെഴുതിയാൽ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോ അതുപോലെ ഇവിടെ ലാസ്റ്റ് ഈ ആണ്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് എല്ലാത്തിന്റെയും ഈ ആണ് തിരിച്ചിട്ടുള്ളത്. എന്നും കറക്റ്റ് ആണ്, സിയും കറക്റ്റ് ആണ്, ഓ കറക്റ്റ് ആണ്. ഇവിടെ നോക്കിയാൽ യു കുറെ എണ്ണത്തിലുണ്ട്, 6 ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പൊ ബാക്കിൽ നിന്ന് നോക്കിയാൽ എന്താ? യു കഴിഞ്ഞിട്ടാണോ 6? യു കഴിഞ്ഞിട്ടല്ലേ 6? യു കഴിഞ്ഞിട്ടാണ്. ബാക്ക് നോക്കിയാൽ യു കഴിഞ്ഞിട്ടാണ് 6. സോ ഇത് തെറ്റാണ്. പിന്നെയോ അടുത്തെന്താണ്? ഇവിടെ 6 കറക്റ്റ് ആണ്. ഓക്കെ, എയും ജിയും വന്നിട്ടുണ്ട്. അപ്പൊ 6 കഴിഞ്ഞിട്ട് എ ആണ് വരേണ്ടത്, 6 കഴിഞ്ഞിട്ട് എ ആണ്, ജി അല്ല വരേണ്ടത്. സോ അവിടെ തന്നെ നമുക്ക് കിട്ടി. നമ്മൾ തിരിഞ്ഞിട്ടുള്ളത് നോക്കിയിട്ടെങ്കിൽ പ്രശ്നമില്ല. കാരണം എന്താ? 6 കഴിഞ്ഞിട്ട് എ ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ രണ്ടും ജി ആണുള്ളത്. സോ നമുക്കറിയാം എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അതായത് 6 കഴിഞ്ഞു, പിന്നെ എ ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റ്? നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്ലോക്ക് ആണ് തന്നിട്ടുള്ളത്. നമ്മളോട് ക്ലോക്കിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മിറർ ഇമേജ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ക്ലോക്കിന്റെ മിറർ ഇമേജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എങ്ങനെയാ ചെയ്യുക? നമ്മൾ സാധാരണ വരക്കുന്ന പോലെ എന്താണ്? ഇവിടെ മിറർ വെക്കുക. ക്ലിയർ? ഇവിടെ മിറർ വെച്ചു. അപ്പൊ എന്തായി? ഇങ്ങനെയുള്ള പോയിന്റ്, അതായത് ഇങ്ങോട്ടുള്ളത് നേരെ തിരിഞ്ഞു വരും. ഓക്കെ, ഇങ്ങോട്ടുള്ളത് നേരെ തിരിഞ്ഞു വന്നാൽ എന്താവും? ഇങ്ങനെ ആവില്ലേ? ഇങ്ങനെയാവും. ഇനിയോ ഈ സൈഡ് ഇതെങ്ങോട്ടാണ് ഉള്ളത്? ഇത് നമുക്ക് ഇത് ഇങ്ങനെ വരച്ചാൽ അറിയില്ലേ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ളത് ഇങ്ങോട്ടാണുള്ളത്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് വരച്ചാൽ എന്താ? ഇങ്ങനെയല്ലേ? ഇങ്ങോട്ടാവും, സൗത്ത് ഈസ്റ്റിലേക്ക്. നേരത്തെ സൗത്ത് വെസ്റ്റിലേക്കുള്ളത് നേരെ മിറർ ഇമേജ് എടുക്കുമ്പോൾ എന്താവും? സൗത്ത് ഈസ്റ്റിലേക്കാവും. സോ നമ്മളിതാ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ക്ലിയർ? ആദ്യത്തെയോ? നമ്മൾ ഫസ്റ്റത്തെ ലൈൻ നോക്കിയേ. ഫസ്റ്റത്തെ ലൈൻ എങ്ങോട്ടാണുള്ളത്? നോർത്ത്
ഈസ്റ്റിലേക്കാണുള്ളത്. അപ്പൊ അതിന്റെ മിറർ ഇമേജ് എടുക്കുമ്പോൾ എന്താ ഇങ്ങനെ ആയിരിക്കും വരിക. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്ലോക്ക് വരിക. അപ്പൊ ആ ഒരു എന്താ ഇവിടെ നോക്കിയാൽ ഞാൻ കളർ മാറ്റി വരക്കാം. അതായത് നമ്മുടെ ക്ലോക്ക് ഇങ്ങനെയാണ് വരിക ഇമേജ്. അപ്പൊ ഈ ഇമേജ് വരുന്ന ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇതാണോ? ഇതല്ല, ഇത് തെറ്റാണ്. ഇതാണോ? ഇത് ചാൻസ് ഉണ്ട്. പിന്നെ ഇതാണോ? ഇത് എന്തായാലും അല്ല. ഇതാ സിയും ഡിയും ആണ് ചാൻസ് ഉള്ളത്. സിയും ഡിയും ആണ് ചാൻസ് ഉള്ളത്. ഇത് നമുക്ക് നേരെ നോക്കിയാൽ, അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാ? 1 2 അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചു വരുമ്പോൾ അതിന് 2 നേരെ ഓപ്പോസിറ്റ് ഏതാണ്? 10 അല്ലേ? അപ്പൊ ഇവിടെയാണ് വരിക 10. അതായത് ഇവിടെ 2 ഉള്ളത് നേരെ 10ലേക്ക് പോകും. പക്ഷെ ഇവിടെ എന്താ 10ലേക്ക് എത്തിയിട്ടില്ല. ക്ലിയർ? അപ്പോ എന്താണ് ഇതില് ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പൊ ഇത് നേരെ എങ്ങോട്ടാ? 2ലേക്കാണുള്ളത്. ഇത് നേരെ എങ്ങോട്ടാ? 7ലേക്കാണുള്ളത്. ക്ലിയർ? അപ്പൊ നമ്മൾ തിരിച്ചിടുമ്പോൾ സോറി, ഇതല്ല നമ്മൾ പറയുന്നത് ഇത്. അതായത് ഇത് നേരെ 2ലേക്കുണ്ട്. അതിന് നേരെ നമ്മൾ തിരിച്ചാൽ, 2ലേക്കുള്ളതിന് നേരെ തിരിച്ചാൽ അത് എത്രയിലേക്ക് വരും? 10ലേക്ക് വരും. സോ ഇതാ 10ലേക്ക് വന്നു. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ 7ലാണുള്ളത്. അപ്പൊ അത് നേരെ തിരിച്ചാൽ അങ്ങോട്ട് വരും. നമ്മൾ ഇതാ ഇവിടെ വരും, 5ലേക്ക് വരും. ക്ലിയർ? ഇതാ കറക്റ്റ് അല്ലേ? 5ലേക്ക് വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ ഡി അല്ല, ഇമേജ് ഡി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അത് മാറിപ്പോരുത്. ഇമേജ് ഡി കറക്റ്റ്, ഓപ്ഷൻ സി കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ ഇമേജ്. അപ്പൊ നമ്മൾ എന്താ മിറർ ഇമേജ് ഇത്രയൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. എന്താ മിറർ എവിടെ വെക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ മിറർ വെക്കുക. സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന്റെ മിറർ ഇമേജ് വരക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, നമ്മുടെ ഇമേജ് ഉണ്ടാവും, മിറർ ഇവിടെ വെക്കുക. ഇനി വാട്ടർ ഇമേജ് ചോദിച്ചാൽ നമ്മൾ എന്താ സാധാരണ ഇങ്ങനെയാണ് വാട്ടർ ഇമേജ് വെക്കുക. നേരെ താഴെയാണ് വാട്ടർ, അത് അവിടെയാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്താ വാട്ടർ ഇമേജ് എടുക്കുക. ക്ലിയർ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻസർ ഫിഗർ എന്താ ഇതിന്റെ വാട്ടർ ഇമേജ് ആണ് ചോദിക്കുന്നത്. സോ ഇതെന്താ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് നമ്മളെ ഹെഡ് മേലേക്കുള്ള ആളാണെങ്കിൽ വാട്ടർ ഇമേജ് എടുക്കുമ്പോൾ ഹെഡ് നേരെ താഴേക്ക് വരും. സോ ഈ ഫിഗർ ഈ സർക്കിള് നേരെ താഴേക്ക് വരും. സോ നമുക്ക് എന്ത് കിട്ടും? ഇത് നേരെ താഴേക്ക് വരച്ചാൽ എന്ത് കിട്ടും? അതായത് ഇത് നേരെ താഴേക്ക് വരക്കുന്നു. സോ പക്ഷെ ഈ പൊസിഷൻ ഒന്നും മാറില്ല. ഇവിടെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതേ സൈഡിലേക്ക് ഷെയ്ഡ് ആവും. സോ ഇവിടെ തന്നെയാണ് ഷെയ്ഡ് വരിക. പൊസിഷൻ മാറില്ല. അതായത് ഏത് സൈഡിലാണ് ഷെയ്ഡ് ചെയ്തത് അത് മാറില്ല. പക്ഷേ എന്താ ടോപ്പ് ഉള്ളത് ബോട്ടം ആവും. അതാണ് വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ടോപ്പ് ഉള്ളത് ബോട്ടം ആവും. കണ്ടോ? ഇവിടെ ടോപ്പ് ഉള്ളതും ബോട്ടം ആവും. ക്ലിയർ? ഇങ്ങനെ തിരിയും. അപ്പൊ ഈ ആൻസർ വരുന്ന ഏതാണുള്ളത്? അതായത് ഇവിടെ ഷെയ്ഡ് ഇതിൽ, അവിടെ ഷെയ്ഡ് അല്ല. ബാക്കി എല്ലാത്തിലും ഇതിലും അല്ല. ബാക്കി ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്യേണ്ടത്. പക്ഷെ ഇതാ ഇതിൽ ടോപ്പിൽ ഷെയ്ഡ്, പക്ഷെ ഇതിൽ ബോട്ടത്തിലാണ്, ഇവിടെയാണ് ഷെയ്ഡ് വരുന്നത്. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അതായത് ഇമേജ് എ ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ സി ഇമേജ് എ ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, അപ്പൊ ഇതും എന്താണ്? ഇവിടെയും വാട്ടർ ഇമേജ് ആണ് പറഞ്ഞിട്ടുള്ളത്. വാട്ടർ ഇമേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല. ഇവിടെയാണ്, ഇതിന് ഓപ്പോസിറ്റ് ആണ് വാട്ടർ ഇമേജ്. സോ നമ്മുടെ പൊസിഷൻ ഒന്നും മാറില്ല. അതായത് ലെഫ്റ്റിലുള്ള സാധനം ലെഫ്റ്റിലായിരിക്കും, റൈറ്റിലുള്ള സാധനം റൈറ്റിലായിരിക്കും. ലെഫ്റ്റും റൈറ്റും എല്ലാം മാറുന്നത്. ടോപ്പും ബോട്ടവും നേരെ മാറും. അതായത് ടോപ്പ് നേരെ ബോട്ടത്തിലേക്ക് മാറും, ബോട്ടം നേരെ ടോപ്പിലേക്ക് മാറും. സോ ഇവിടെയുള്ള ഈ സർക്കിൾ, ഓക്കെ, ഇവിടെയുള്ള സർക്കിൾ നേരെ താഴേക്ക് വരും. അപ്പൊ ഈ സർക്കിൾ നേരെ താഴേക്ക് വരും. അങ്ങനെ വരുന്ന എത്ര കാര്യങ്ങളുണ്ട്? അതായത് നമ്മളിവിടെ വരച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും അതുപോലെ ഇരിക്കും. സോ ഇത് ഇതുപോലെ ഉണ്ട്. അപ്പൊ അത് അതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. ഇത് അതുപോലെ അല്ലല്ലോ, അല്ല. ഇനി ഈ കാര്യം അതേപോലെ ഉണ്ടാവും, ഇതും അതുപോലെ ഉണ്ടാവും. ഇനി മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടോപ്പിലുള്ള സാധനം നേരെ ബോട്ടത്തിലേക്ക് വരും. അപ്പൊ ഇവിടെ സർക്കിളും ഇവിടെ എന്താണ് ട്രയാങ്കിളും വരും. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് വരിക. പക്ഷേ ഇങ്ങനെയാണ് വരിക. നോക്കിയേ, ഞാൻ ഇവിടുത്തെ ഇതേപോലെ വരച്ചു. പക്ഷെ അതല്ല, നേരെ തിരിഞ്ഞു വരുമ്പോ എന്താവും? ഇത് മാറും. ഇത് നേരെ എന്താവും? ഇത് നേരെ മാറിയിട്ട് തല തിരിഞ്ഞിട്ട് വരും. ക്ലിയർ? അതായത് നിങ്ങൾ ഈ സാധനം എടുത്തിട്ട് നേരെ തിരിച്ചിടുന്ന പോലെ ആലോചിക്കാം. നേരെ നിവർത്തി വെക്കുക. അതായത് ഇപ്പൊ നേരെ താഴേക്കുണ്ട്, നിങ്ങൾ ഇങ്ങനെ ആക്കി വെച്ച് നോക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ ആക്കി വെച്ച് നോക്കുക. അപ്പൊ എന്ത് കിട്ടും? അപ്പൊ കിട്ടുന്നതാണ് നമ്മുടെ വാട്ടർ ഇമേജ്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതായത് ഈ ഫിഗർ ആണ് കറക്റ്റ്. ഇമേജ് സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ മിറർ ഇമേജ് ഓഫ് ദ ഫോളോയിങ്
ഫിഗർ. അപ്പൊ ഇതിന്റെ മിറർ ഇമേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ മിറർ വെച്ചിട്ടുള്ള എവിടെയാണ്? നമ്മൾ നേരത്തെ വാട്ടർ ഇമേജ് വെച്ച പോലെയാണ് മിറർ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ മിറർ ഇമേജ് ആണ് പറഞ്ഞത്. പക്ഷേ ക്വസ്റ്റ്യൻ തന്നെ മിറർ ബോട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ടർ ഇമേജ് കിട്ടുന്ന പോലെ ആയിരിക്കും കിട്ടുക. ക്ലിയർ? മിറർ ബോട്ടത്തിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ എന്താവും? ഈ എല്ലാം അതേപോലെ ഉണ്ടാവും. പക്ഷെ എന്താണ് മാറ്റം വരുന്നത്? എല്ലാം അതേപോലെ ഉണ്ടാവും. അപ്പൊ ഈ ടോപ്പ് ബോട്ടത്തിലേക്ക് മാറും. ഇങ്ങനെ വരും. ഇതും ഇങ്ങനെ വരും. ക്ലിയർ? ഇതിങ്ങനെയാവും. ഈ ടി ആണെങ്കിൽ ഇങ്ങനെ വരും. സോ ഇതിൽ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ്. അതായത് ഫിഗർ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ ഇമേജും മിറർ ഇമേജും ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക. സാധാരണ ക്വസ്റ്റ്യനിലും മിറർ ഇമേജ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് മിറർ ഇമേജ് എടുക്കാം. ഇനി അതല്ല, ഇതുപോലെ ക്വസ്റ്റ്യനിൽ തന്നെ മിറർ തന്നാൽ അത് വെച്ച് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് പേപ്പർ ഫോൾഡിങ് ആൻഡ് കട്ടിങ്. അറിയാമല്ലോ, സാധാരണ ഒരു പേപ്പർ നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ്. ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് എന്താ? പേപ്പർ ഫോൾഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഒരു സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു. നിവർത്തുമ്പോഴോ ആ ഷേപ്പ് കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ടാവും. അതാണ് നമ്മൾ പേപ്പർ ഫോൾഡിങ് ആൻഡ് കട്ടിങ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടുത്തെ എന്താണ്? ഇവിടെ നമ്മൾ ഫിഗറിൽ കാണിച്ചേ നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. എന്താണ്? ഇത് ഒരു വലിയൊരു പേപ്പറാണ്. ആ പേപ്പറിന് നമ്മൾ ആദ്യം എന്തായി? ഈ ഡയറക്ഷനിലേക്ക് ഇവിടെ കാണിക്കുന്ന ആരോ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ എന്താ മടക്കുന്നത് എന്നാണ് പറയുന്നത്. സോ എന്താ? നമ്മൾ ഒരു പേപ്പർ ഉണ്ടാവും, അതിനെ 2 കഷ്ണമാക്കുന്നു. ക്ലിയർ? അങ്ങനെ എന്നിട്ടോ വീണ്ടും അതിനെ മടക്കുന്നു. ആദ്യം നമ്മൾ ഇതുപോലുള്ളൊരു പേപ്പറിനെ, അതായത് ഇതുപോലുള്ളൊരു പേപ്പറിനെ നമ്മൾ പകുതി നടുവിലൂടെ എന്താ മടക്കി. പിന്നെന്തായി? വീണ്ടും അതിനെ നടുവിലൂടെ മടക്കി. ലാസ്റ്റ് ഇതാ ഇതുപോലുള്ളൊരു ഷേപ്പ് കിട്ടി. ക്ലിയർ? അതിന്ന് വീണ്ടും ഇങ്ങനെ ക്രോസ് ആയി മടക്കി. ലാസ്റ്റ് ഇതുപോലെ ട്രയാങ്കിളിലൊരു ഷേപ്പ് കിട്ടി. ക്ലിയർ? ഇതാണ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് നമ്മളെന്താ ഇവിടെ ഇതുപോലുള്ളൊരു ഫിഗർ വരക്കും. എന്താ? കട്ട് കൊടുക്കുന്നു. അതായത് ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുന്നു, ഇതുപോലുള്ളൊരു കട്ട് കൊടുക്കുന്നു. അപ്പോൾ അതായത് അത് നിവർത്തുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിലുള്ളതായിരിക്കും ഇവിടെ കിട്ടുന്നത്? ABCD കണ്ടു. അപ്പോൾ ഏത് ഷേപ്പിലുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ ഇതാ ഇവിടെ കട്ട് ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സാധനം ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് ഈ ഷേപ്പ് തന്നെ എന്താവും? നിവർന്ന് കിട്ടില്ലേ? ഈ ഷേപ്പ് തന്നെ നമുക്ക് നിവർന്ന് കിട്ടും. സോ എങ്ങനെ വരും? അതായത് ഇവിടെ ഇങ്ങനെയാണ്. സോ സെയിം ഷേപ്പ് ഇതാ ഇങ്ങനെ വരും. ക്ലിയർ? ആ സെയിം ഷേപ്പ് നമുക്ക് ഇങ്ങോട്ട് വന്നു. ഇനി വീണ്ടും എങ്ങോട്ടാണ്? ഇപ്പൊ ഈ ഷേപ്പാണ് കിട്ടിയത്. ഇനി നിവർത്തുമ്പോൾ എന്ത് കിട്ടും? നമ്മൾ ഇതാ ഇങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഇത്രയും നമ്മൾ ഓപ്പൺ ചെയ്യും. അപ്പൊ എന്താവും? ഈ സെയിം സംഭവം നമുക്ക് മിറർ ഇമേജ് പോലെ ഇപ്പോഴും കിട്ടും. ഈ സെയിം സാധനം മിറർ ഇമേജ് പോലെ ഇതാ ഇവിടെ കിട്ടും. കണ്ടോ? അപ്പൊ നമ്മളതാ ഇത്രയും സാധനം ചെയ്തു, അതായത് ഇത്രയും ചെയ്തു. ഇനിയോ ഇത് നേരെ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ? ഇതിന്റെ നേരെ മിറർ ഇമേജ് ഇപ്പുറം കിട്ടും. അപ്പൊ അതിന്റെ മിറർ ഇമേജ് എങ്ങനെയാ? അതാ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ? ഇതിങ്ങനെ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പൺ ചെയ്താൽ കിട്ടുന്നത്. ക്ലിയർ? അപ്പൊ ഇത് ഏതാണ്? ഫസ്റ്റത്തെ ആണോ? ഫസ്റ്റത്തെ ആണെങ്കിൽ എന്താ? നമ്മളിതാ ഇങ്ങോട്ടാണ് എന്താ പോയിന്റ് ചെയ്തത്. ഇത് ഔട്ട് സൈഡിലേക്ക് പോയിന്റ് ചെയ്ത്. സോ റോങ് ആണ്. ഇത് കറക്റ്റ് ആണ്. പക്ഷേ ഇതാ ഇവിടെ ഒരു സർക്കിൾ വന്നു സെക്കൻഡിൽ. സോ ഇത് റോങ് ആണ്. തേർഡ് ആകുമ്പോൾ എന്താ? നമ്മൾ ആ ഷേപ്പ് തന്നെ അല്ല, വേറെ ഏതോ ഒരു ഷേപ്പാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സെയിം ആണ്. അതായത് നമ്മൾ പേപ്പർ ഫോൾഡ് ചെയ്യുന്നു. പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് കിട്ടുന്നു? ഇതുപോലൊരു ട്രയാങ്കിൾ കിട്ടുന്നു. അപ്പോൾ അവിടെ നമ്മൾ 3 കട്ട് കൊടുക്കുന്നു. അതായത് 3 ട്രയാങ്കിൾ വീണ്ടും നമ്മൾ കട്ട് ചെയ്യുന്നു. ഇനി അത് നിവർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങോട്ട് നിവർത്തുന്നു. സോ എന്ത് കിട്ടും? ഇവിടെ ചെയ്ത കട്ട് ഇതിങ്ങനെയല്ല കട്ട് ചെയ്ത്, ആ ചെയ്ത കട്ട് ഇവിടെ കിട്ടും 3 എണ്ണം. ക്ലിയർ? വീണ്ടും നമ്മൾ നിവർത്തുന്നു. സോ നമ്മൾ ഇങ്ങനെയാണ് നിവർത്തുന്നത്. അപ്പൊ ഇവിടെ ചെയ്ത കട്ട് ഇങ്ങോട്ട് കിട്ടും. ക്ലിയർ? ഇങ്ങനെ കിട്ടും. ഇനി ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഫുള്ളായിട്ട് നിവർത്തുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇതുള്ളത്. ഓക്കെ? അപ്പൊ അങ്ങനെ വന്നാൽ, അതായത് ഇവിടെയും സെയിം ആവണം. അപ്പൊ ഇത് തന്നെ ആയിരിക്കണം ഇവിടെ. ക്ലിയർ? അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണുള്ളത്? അതായത് ഈ ഷേപ്പിലുള്ള ഓപ്ഷൻ ഇതിൽ ഏതാണുള്ളത്? ഈ ഷേപ്പിലുള്ള ഓപ്ഷൻ ഇതല്ല, ഇതൊക്കെയാണ്. പിന്നെ ഏതാണ്? ഇത് ഈ ഷേപ്പിലില്ലല്ലോ. അപ്പൊ ഇതും തെറ്റാണ്, കാരണം അത് ആ ഷേപ്പിലല്ല. ഇതും ആ ഷേപ്പിലല്ല. സോ അതും തെറ്റാണ്. സോ ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയി വരുന്നത്. നിങ്ങൾ ഒന്നും നോക്കണ്ട. അതാ ഈ ഷേപ്പ് ഇതാ ഇതിൽ എവിടെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ആ ഷേപ്പ് ഇതാ ഇവിടെ മാത്രമാണുള്ളത്. ക്ലിയർ? ഇവിടെ ഒന്നും വേറെ എവിടെയും ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെറിയ വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ നോക്കിക്കോ. പക്ഷെ ഇതിൽ
എന്താ കറക്റ്റായ ഏകദേശം വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ആണ്. നമ്മളിപ്പോൾ ഒരു സ്ക്വയറുള്ള ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു പേപ്പർ അതിന് ആദ്യം രണ്ട് ഭാഗമായി കട്ട് ചെയ്യുന്നു, സോറി മടക്കുന്നു, വീണ്ടും മടക്കുന്നു, ലാസ്റ്റ് നമുക്ക് ഇതുപോലുള്ള ഷേപ്പുള്ള സാധനം കിട്ടി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതോ ഷേപ്പിലുള്ള രീതിയിൽ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഷേപ്പുള്ള കാര്യം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം ആദ്യം. അപ്പോൾ ഇതുപോലെ ഇവിടെ 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ട് ഉണ്ട്. ഇവിടെ നോക്കിയാൽ 3 ഡോട്ട് ഇല്ല, 2 ഡോട്ടാണ്. സോ അപ്പോൾ തന്നെ നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്ത് മാറ്റാം. സെക്കൻഡ് ഇവിടെ നോക്കിയാൽ ഇവിടെ 3 ഡോട്ട് ഉണ്ട്. പക്ഷേ ഇവിടെ മേലെ നോക്കിയാൽ ഒരു ഡോട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വരാൻ സാധ്യതയില്ല. സോ അതും റോങ് ആണ്. നെക്സ്റ്റ് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ എത്രയാണ്? 3 ഡോട്ട് ഉണ്ട്, കറക്റ്റ് ആണ്. ഇവിടെ നോക്കിയാലും 3 ഡോട്ട് ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കൊടുത്തിട്ടുള്ള സെയിം ഷേപ്പാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനെ നമ്മൾ പേപ്പർ ഓപ്പൺ ചെയ്തു, അതായത് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു. സോ ഇതുപോലെ കിട്ടും അല്ലേ? പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന് നേരെ മേലേക്ക് കിട്ടും. പക്ഷെ അപ്പോൾ ഈ ഡോട്ടൊക്കെ എവിടെ വരും? 3 സർക്കിൾ എവിടെ വരും? 3 സർക്കിൾ വരുന്നത് 2 സർക്കിൾ ഇവിടെ തന്നെ വരും, ഒരു സർക്കിൾ നേരെ മേലെ പോകും. അങ്ങനെയല്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുക? 2 സർക്കിൾ അടുത്ത് തന്നെ വരും, ഒരു സർക്കിൾ നേരെ അപ്പുറം വരും. സോ ടോപ്പിൽ വരും. സോ അതുപോലെ കിട്ടുന്നത് നോക്കിയേ. ഇത് ഇവിടെ നോക്കിയാൽ നമ്മളെ ഇനിഷ്യൽ ഉള്ളത് കറക്റ്റ് ആണ്. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 2 സർക്കിൾ ടോപ്പിലേക്ക് പോയി. സോ അത് തെറ്റാണ്. ഇവിടെ നോക്കിയാൽ 2 സർക്കിൾ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇത്രയും നോക്കിയാൽ മതി. കൂടുതൽ നമ്മൾ എല്ലാ ഷേപ്പും കറക്റ്റ് ആണെന്ന് നോക്കണ്ട. 2 ഷേപ്പ് കറക്റ്റ് ആകുമ്പോൾ ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്തല്ലോ നമ്മളെ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ്. ഇതിന് ഒരുപാട് ടൈം കളയാൻ പാടില്ല നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, അപ്പോൾ ഇവിടെ നോക്കിയാൽ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഡെപിക്ട്സ് ദ ഫോളോയിങ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെൻ ഫോൾഡഡ് അറ്റ് ഡോട്ടർ ലൈൻ. അപ്പോൾ ഈ ഡോട്ടർ ലൈനിലൂടെ നമ്മൾ ഫോൾഡ് ചെയ്യണം. അതായത് എങ്ങനെയാ? ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യണം. ക്ലിയർ? അങ്ങനെ ഫോൾഡ് ചെയ്താൽ ഇതിൽ ഏത് ഇമേജ് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ, അതായത് ഇപ്പോൾ ഉള്ളത് ഇതാണ്, ഇത് അതുപോലെ വരും. പിന്നെ ഇവിടെ നിന്നാണ് ഫോൾഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ലൈൻ ഇവിടം വരെ ഉള്ളൂ, ഇത്രയും നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങോട്ടായി, ഇതിങ്ങോട്ടായി. പിന്നെ ഈ ഫോൾഡ് ചെയ്യുന്നത് അകത്തേക്ക് പോയാൽ നമുക്ക് ഇതുപോലുള്ളൊരു ഷേപ്പ് കിട്ടില്ലേ? ഇതുപോലുള്ള ഷേപ്പ് കിട്ടും. അപ്പം അങ്ങനെ വരുന്ന ഷേപ്പ് ഏതാണ്? എ തെറ്റാണ്. ബി ആണെങ്കിൽ എക്സ്ട്രാ കുറേ വന്നു. സി കറക്റ്റ് ആണ്. ഡി ആണെങ്കിലോ? ഡി കറക്റ്റ് ആണോ? ഡി കറക്റ്റ് അല്ല. കാരണം ഇതിങ്ങോട്ട് ഫോൾഡ് ചെയ്തു, പക്ഷെ ഇങ്ങോട്ട് വരുന്ന സാധനമില്ല. സോ ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ്. ഇമേജ് സി കറക്റ്റ്. ഓക്കെ, ഇമേജ് സി ആണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി കംപ്ലീഷൻ ഓഫ് ഇൻകംപ്ലീറ്റ് പാറ്റേൺ. സോ ഒരു പാറ്റേൺ തരും, അതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഏത് ഇമേജ് വരും അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഏത് ഇമേജ് വന്നാൽ ആ പാറ്റേൺ കംപ്ലീറ്റ് ആകും. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെയും ലൈൻ ഉണ്ട്. സോ ഇവിടെയും ലൈൻ ഉണ്ട്. സോ നെക്സ്റ്റ് ലൈൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ നോക്കാം. ഈ ഓപ്ഷനിൽ അതുപോലെ ലൈൻ ഇല്ല, തെറ്റ്. ഈ ഓപ്ഷനിൽ ലൈൻ ഇല്ല, തെറ്റ്. ഈ ഓപ്ഷനിൽ ലൈൻ ഉണ്ട്, ഇവിടെയും ലൈൻ ഉണ്ട്. സോ ഇത് രണ്ടും ആവാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് നമ്മൾ നോക്കിയാൽ അപ്പോൾ നമുക്ക് ഇതും തെറ്റാണെന്ന് കിട്ടിയത് നമ്മൾ ഇനി എടുക്കണ്ട. ഇതിൽ രണ്ടിൽ നോക്കിയാൽ, ഇനി നോക്കിയേ എല്ലാത്തിലും ഇതുപോലൊരു ഇതുണ്ട്. ഇവിടെ നോക്കിയാൽ ഇവിടെയും ഉണ്ട്, ഇവിടെ നോക്കിയാൽ ഇവിടെയും ഉണ്ട്. അപ്പം എന്തായാലും ഇവിടെയും ഇങ്ങനൊരു സാധനം വരണം. അപ്പം അങ്ങനെ വരുന്നത് നോക്കിയേ, ഇവിടെ മാത്രമാണ് അങ്ങനെ വരുന്ന ഒന്നുള്ളത്. ഇതിൽ അങ്ങനെ ഇല്ല, ഇത് നേരെ തിരിച്ചാണുള്ളത്. ക്ലിയർ? നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. 4ാമത്തെ ഇമേജ് ആണ് കറക്റ്റ്, ഓപ്ഷൻ ഡി. ക്ലിയർ? സിമ്പിൾ അല്ലേ? അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ സെയിം ആണ്. അപ്പം ഇവിടെ നമ്മൾ സെയിം പാറ്റേൺ, നമ്മൾ ആ പാറ്റേൺ ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? ഇവിടെ നോക്കിയാൽ ഇവിടെ വരേണ്ടത്? അതായത് ഇതുപോലെ പുറത്തേക്ക് നമ്മൾ ഈ സാധനം വരണം. അപ്പം എല്ലാത്തിലും അതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? വേറെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അതായത് ഇവിടെ ഇതൊന്ന് കണക്ട് ചെയ്യണം. ക്ലിയർ? അതൊന്ന് കണക്ട് ചെയ്യണം. പക്ഷെ ഇതിലെല്ലാത്തിലും അതുപോലെ കണക്ട് ചെയ്യാനുണ്ട്. സോ ഇവിടെ ഇല്ല. ക്ലിയർ? കണക്ട് ചെയ്തു, അതിനുശേഷം ഇത് ഇങ്ങനെ വരണം എല്ലാത്തിലും. അപ്പം അങ്ങനെ ഇല്ലാത്ത ഏതാണ്? ഇതിൽ അങ്ങനെ ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. ബാക്കി എല്ലാത്തിലും അതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ 2 കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ബാക്കിയാണ്. അതായത് ബാക്കി ഇനി ഇങ്ങനെ പോകും, പിന്നെ ഇങ്ങോട്ട് വരും. ഇത് ഓക്കെ, ഇതെല്ലാത്തിലും സെയിം ആണ്, എല്ലാത്തിലും ഉണ്ട്. ഇനി അങ്ങനെ ഇല്ലാത്തത് അത് കഴിഞ്ഞിട്ട്
നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ വരും, പിന്നെന്താ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടൊരു കണക്ഷൻ വരും. കണ്ടോ, ഇതുപോലെ ഇങ്ങോട്ടൊരു കണക്ഷൻ വരും. അപ്പം അങ്ങനെ വരുന്ന ഏതാണുള്ളത്? ഇവിടെ നോക്കിയാൽ ഇവിടെ എക്സ്ട്രാ ഒരു കണക്ഷനും കൂടെ വന്നു. എക്സ്ട്രാ ഇങ്ങനെ വന്നു, തെറ്റാണ്. എക്സ്ട്രാ വന്നില്ലേ, തെറ്റ്. ഇനി ഇവിടുന്ന് ക്രോസാണ് വന്നിട്ടുള്ളത്, ഇങ്ങനെ വരാൻ പാടില്ല. നമുക്ക് എന്താ നേരെ ഇങ്ങനെ വരണം. അപ്പോൾ ഓപ്ഷൻ 3 മൂന്നാമത്തെ ഇമേജ് ആണ് കറക്റ്റ്. ക്ലിയർ? ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാനില്ല. ജസ്റ്റ് നമുക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇവിടെ നോക്കിയാൽ നമുക്കറിയില്ലേ എന്താ ഈ ലൈൻ ഇങ്ങനെ വരേണ്ടത്, അങ്ങനെ വരുന്ന ലൈൻ ഏതാണുള്ളത്? അങ്ങനെ വരുന്ന ഇതാണുള്ളത്. ഓക്കെ, പിന്നെ ഇത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ എന്താണ്, ഇതാണ് കറക്റ്റ്. ക്ലിയർ? പിന്നെ ഇതിൽ ഇങ്ങനെ എക്സ്ട്രാ വന്നു, ഇതിനാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള സാധനമില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി മൂന്നാമത്തെ ഇമേജ് ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാം? ഇവിടെ നോക്കിയാൽ എല്ലാത്തിലും ഇല്ല പോലെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരണം. അപ്പോൾ അങ്ങനെ വരുന്നത് ഇത് തെറ്റ്. ഓപ്ഷൻ 4 തെറ്റ്. ബാക്കി എല്ലാത്തിലും അതുപോലെയാണ്. ഇനി വരേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ വരണം. അപ്പം അങ്ങനെ ഇല്ലാത്തത് എല്ലാത്തിലും ഉണ്ട്, കറക്റ്റ് ആണ്. പിന്നെ ഇതുമായിട്ടൊരു കണക്ഷൻ വരണം. അപ്പം അങ്ങനെ ഇല്ലാത്ത നോക്കിയാൽ ഇതില്ല, ഇതില്ല. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. സി, ഓപ്ഷൻ സി മൂന്നാമത്തെ ഇമേജ് ആണ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാമിന് NTPC എക്സാമിനൊക്കെ ചോദിക്കാം. ക്ലിയർ? അടുത്ത ഇമേജ്. അപ്പോൾ ഈ ഇമേജിൽ നോക്കിയാൽ അതായത് നമ്മുടെ ഓപ്ഷനിൽ 4 ഇമേജ് ഓപ്ഷനിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളെ ക്വസ്റ്റ്യൻ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷനിലുള്ള ഏതൊക്കെ ഇമേജിലെ ഷേപ്പാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്? ഏതൊക്കെ ഇമേജ് കമ്പൈൻ ചെയ്താൽ നമുക്ക് ഇതുപോലെ കിട്ടും? കമ്പൈൻ ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഇമേജ് കിട്ടും. ഏതൊക്കെ ചെയ്യണം? ഈ സാധനം എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ, ഈ സാധനം വരുന്നുണ്ടോ? ഈ സാധനം ഇവിടെ നോക്കിയാൽ കാണുന്നില്ല. പിന്നെ ഇത് ആവശ്യമുണ്ടോ? ഓപ്ഷൻ ബി ആവശ്യമുണ്ടോ? ഇമേജ് ബി ആവശ്യമുണ്ടോ? ഇമേജ് ബി ആവശ്യമുണ്ട്. കാരണം ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം, ഇവിടെയും യൂസ് ചെയ്യാം. ക്ലിയർ? അത് ഇമേജ് ബി ആണ് യൂസ് ചെയ്തത്. അപ്പം ഇത് ആവശ്യമുണ്ട്. ഇനിയോ സി ആവശ്യമുണ്ടോ? ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തു താഴേക്ക്. ക്ലിയർ? അപ്പോൾ സി ആവശ്യമുണ്ട്. ഇനി ഡി ആവശ്യമില്ല, കാരണം ഇതെവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. ബിയും സിയും ആണ് ആവശ്യം. ഓൺലി ബി ആൻഡ് സി, ഇതാണ് കറക്റ്റ് ആൻസർ. ഓൺലി ബി ആൻഡ് സി. ക്ലിയർ? ഓൺലി ബി ആൻഡ് സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്തത് സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ ഫിഗർ ആണ് യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഇവിടെ നോക്കിയാൽ എ ആവശ്യമുണ്ടോ നമുക്ക്? അതായത് ഇതുപോലുള്ളൊരു സ്ക്വയർ ആണോ റെക്റ്റാങ്കിൾ ആണോ? ഓക്കെ, സ്ക്വയർ, റെക്റ്റാങ്കിൾ എന്തെങ്കിലും ആ ഷേപ്പ് ഇവിടെ ആവശ്യമുണ്ടോ? അത് നമുക്കിവിടെ ആവശ്യമില്ല. കാരണം ഇവിടെ എവിടെയും നമ്മൾ അതുപോലൊരു റെക്റ്റാങ്കിൾ കാണുന്നില്ല. സോ ഇത് ആവശ്യമില്ല. ഇനി ഇത് ആവശ്യമുണ്ട്. ഇതെവിടെ വെച്ചിട്ടുള്ളത്? നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളതാണ് ഈ ട്രയാങ്കിൾ. ക്ലിയർ? അപ്പോൾ ട്രയാങ്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പെൻറ്റഗൺ 5 സൈഡല്ലേ, അത് നമ്മൾ എവിടെ യൂസ് ചെയ്തേ? കണ്ടോ, ഇവിടെ നമ്മൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്, ഈ സാധനം. അപ്പം ഇതും ആവശ്യമുണ്ട്, ഇതും ആവശ്യമുണ്ട്. ഇനി ഇത് നമ്മൾ ഈ വലിയ ഷേപ്പാണ്, അത് നമ്മളുള്ള വലിയ ഷേപ്പാണ് ഇത്. സോ ഈ ഷേപ്പ് കണ്ടോ, നമ്മളെ ഡി ആണ്. അപ്പം ഇവിടെ നമ്മൾ ബി സി ഡി ഈ 3 ഇമേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബി സി ഡി. ക്ലിയർ? സിമ്പിൾ അല്ലേ? ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അപ്പോൾ ഇതുപോലത്തെ എക്സാം ഇതൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുക, നമ്മൾ ഗ്രൂപ്പ് ഡി സിമ്പിളായി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ NTPC CBT എഴുതുന്നവർക്കും, അതായത് നെക്സ്റ്റ് ലെവൽ എഴുതുന്നവർക്കും വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഇൻഇക്വാലിറ്റി. അപ്പോൾ നമ്മൾ ഇമേജിന്റെ കാര്യങ്ങളൊക്കെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു, സിമ്പിളാണ്. ഇനി ഇൻഇക്വാലിറ്റി വളരെ സിമ്പിളാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഇൻഇക്വാലിറ്റി എന്താണെന്ന് അറിയാമല്ലോ, അതായത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. ക്ലിയർ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈക്വൽ ടു, ഇതൊക്കെയാണ് നമ്മൾ ഇൻഇക്വാലിറ്റിയിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഇക്വാലിറ്റി പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ L ലെസ് ദാൻ 0, അതായത് ഈ ഫേസ് ഓപ്പൺ ആയിട്ട് ക്ലോസ് ആയിട്ടുള്ള ഭാഗം എന്താണ്? ലെസ് ദാൻ ആണ്, അതായത് ചെറിയ ഭാഗം, വാല്യൂ ലോവർ ആണെന്നാണ് പറയുന്നത്. ഹയർ ആയിട്ടുള്ളത് ഫേസ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വലിയ വാല്യൂ ആണ്. അപ്പം ഇങ്ങനെ എഴുതാം. ക്ലിയർ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇൻഇക്വാലിറ്റി നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഏതൊക്കെ ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. എന്താണ്?
ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ എന്താ ഇൻഇക്വാലിറ്റി. അപ്പോൾ ഇവിടെ ഫേസ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം, നമ്മൾ ഫേസ് ഓപ്പൺ ഇല്ലേ, ആ ഭാഗത്തൂടെ നമുക്ക് അകത്തേക്ക് എൻ്റർ ചെയ്യാമെന്ന് വിചാരിക്കാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഫേസ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തൂടെ നമുക്ക് അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ തരാം. ഇങ്ങനെ, പിന്നെ ഇവിടെ ഈക്വൽ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട്, പിന്നെന്താ ഇവിടെയും ഇങ്ങനെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഇവിടെ എക്സ് വൈ സെഡ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പോൾ എക്സ് ഇവിടെ എന്താ, ഇവിടെ ഒരു പി ഉണ്ടെന്ന് വിചാരിക്കാം. പി ലെസ് ദാൻ സെഡ് ആണോ എന്ന് ചോദിച്ചാൽ, പി ലെസ് ദാൻ സെഡ് ആണോ എന്ന് ചോദിച്ചാൽ, അതായത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതിൻ്റെ ഭാഗത്താണ് ഫേസ് ഓപ്പൺ ആയിട്ടുള്ളത്? സെഡിൻ്റെ ഭാഗത്താണ് ഫേസ് ഓപ്പൺ ആയിട്ടുള്ളത്. സെഡിൻ്റെ ഭാഗത്ത് ഫേസ് ഓപ്പൺ. സോ നമ്മളിതാ സെഡ് മുതൽ ആരംഭിക്കുക. സെഡിൻ്റെ ഭാഗത്ത് ഫേസ് ഓപ്പൺ ആണ്, പിന്റെ ഭാഗത്ത് ക്ലോസ് ആണ്. സോ നമ്മൾ ഈ സെഡ് മുതൽ പി വരെ മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. സോ നമ്മളിതാ സെഡ് മുതൽ മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, സെഡ് മുതൽ മൂവ് ചെയ്യുമ്പോൾ നമ്മളിതാ ഇവിടെ ഫേസ് ഓപ്പൺ ആണ്, മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈക്വൽ ആയതുകൊണ്ട് അവിടെയും മൂവ് ചെയ്യാൻ പറ്റും, ഇവിടെയും ഫേസ് ഓപ്പൺ ആണ്, മൂവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പി വരെ എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഈ കണ്ടീഷൻ കറക്റ്റ് ആണ്. ക്ലിയർ? ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ, പി ലെസ് ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ലെസ് ദാൻ പി അല്ല എന്താ ക്യൂ ലെസ് ദാൻ എ ഇങ്ങനെ തന്നു. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞു ഇത് കറക്റ്റ് ആണ് എന്ന് ചോദിച്ചാൽ, ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫേസ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഏതാണുള്ളത്? ഇവിടെ നോക്കിയാൽ ഓപ്ഷൻ നോക്കിയാൽ ഫേസ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് എ ആണുള്ളത്. അപ്പം ഈ എ മുതൽ പി വരെ നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇതവിടെ നോക്കിയേ, എന്ന് ഫേസ് ഓപ്പൺ ആണ്, മൂവ് ചെയ്യാൻ പറ്റും. ക്യൂവിലെത്തി, ക്യൂന്ന് ഫേസ് ഓപ്പൺ ആണ്, മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതാ ഇവിടെ എത്തുമ്പോൾ ഫേസ് ക്ലോസ് ആണ്, അവിടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താണ്? ഈ ആൻസർ തെറ്റാണ്. അതായത് ഈ കണ്ടീഷൻ ഓക്കെ അല്ല. ക്ലിയർ? അപ്പം അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അത് വെച്ച് നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഫേസ് ഓപ്പൺ ഏതാണ്? വിന്റെ സൈഡിലാണ് ഫേസ് ഓപ്പൺ. സോ വി മുതൽ എൽ വരെ നമുക്ക് പോകണം. വി മുതൽ എൽ വരെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ തന്നെ ഫേസ് ക്ലോസ് ആയി. സോ വി മുതൽ എൽ വരെ നമുക്ക് പോകാൻ പറ്റുന്നില്ല, തെറ്റാണ്. അടുത്തത് ഓയും ഇയും ഈക്വൽ ആണെന്ന് പറയുന്നത്. ഓയും ഇയും ഈക്വൽ ആണ്. സോ അതെന്തായാലും അല്ല, കാരണം ഇതും ഈക്വൽ ആയാൽ മാത്രമേ ഓയും ഇയും ഈക്വൽ ആവും. സോ അതും തെറ്റാണ്. ഇനി ഒ മുതൽ എസ് വരെ നമുക്ക് പോകണം. ഒ മുതൽ എസ് വരെയാണ് നമുക്ക് ഓപ്പൺ എന്താ ഫേസ് ഓപ്പൺ എവിടെയാണ്? ഓയിലാണ് ഫേസ് ഓപ്പൺ. എസ് വരെയാണ് പോകേണ്ടത്. സോ ഒ ടു എസ് നമ്മൾ മൂവ് ചെയ്യണം. സോ ഒന്ന് നേരെ വിയിലേക്ക് പോവാം, വിന്ന് നേരെ ഇയിലേക്ക് പോവാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. സോ അവിടെയും നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഒന്ന് എസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇനി എസ് എന്ന് എല്ലിലേക്ക് പോകാൻ പറ്റുമോ? എസ് എന്ന് നേരെ എല്ലിലേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ തന്നെ ക്ലോസ് ആയി. ക്ലിയർ? അപ്പോൾ ഇതും തെറ്റാണ്. ഓൺലി 3 മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ ഏതാ? സി ആണ് കറക്റ്റ്. അപ്പം ഇങ്ങനെ നമ്മൾ ഫേസ് ഓപ്പൺ ആയ ഭാഗത്തൂടെ എൻ്റർ ചെയ്യാൻ പറ്റും, ഫേസ് ക്ലോസ് ആയ ഭാഗത്തൂടെ കയറാൻ പറ്റില്ല. ക്ലിയർ? അപ്പം അങ്ങനെയാണ് നമുക്ക് എന്താ ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നേരത്തെ നമുക്ക് ഡയറക്റ്റ് ആയതാ, എന്നാൽ ഒറ്റ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നോക്കിയാൽ ഇവിടെ കോമ ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒന്നിന്റെ റിലേഷൻ കണ്ടുപിടിക്കണം, എന്നിട്ട് അടുത്ത കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. സോ പി മുതൽ എക്സ് വരെ എത്താൻ പറ്റണം. പി മുതൽ എക്സ് വരെ നമ്മൾ മൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആദ്യം നമ്മൾ പിയിൽ സ്റ്റാർട്ട് ചെയ്യാം. പി ഇതാ ഇവിടെയാണ്, എക്സ് എവിടെയാണ്? എക്സ് ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ ഇത് തമ്മിൽ ഇവിടെ കോമയുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ലിങ്ക് ചെയ്യുന്ന പോർഷൻ ഏതാണുള്ളത്? പി മുതൽ എക്സ് വരെ ലിങ്ക് ചെയ്യുന്ന പോർഷൻ, എക്സ് ഇവിടെ പി ഇവിടെ, ഇത് തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് ഇതാ ഇവിടെ എം ഉണ്ട്, വൈ ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്. സോ പി നിന്ന് എമ്മിലേക്ക് എത്തുക, എം എന്ന് നേരെ എച്ചിലേക്ക് എത്തുക, എച്ച് നിന്ന് നേരെ എക്സിലേക്ക് എത്തുക. അപ്പം അങ്ങനെയാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ? അപ്പം ആദ്യം നമുക്ക് പി നിന്ന് എമ്മിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം ഇവിടെ ഫേസ് ഓപ്പൺ ആണ്, ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എമ്മിലെത്തി, എമ്മിലെത്തി. എം എന്ന് നേരെ എച്ചിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലിയർ? എം എന്ന് നേരെ എച്ചിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എച്ചിലെത്തി നമ്മൾ. എച്ച് നേരെ ഇനിയേതാ ജിയിലേക്ക് എത്തും, എച്ച് നേരെ ജിയിലേക്ക് എത്തി. പക്ഷേ ഇവിടെ ഫേസ് ക്ലോസ് ആയി. സോ എക്സിലേക്ക് എത്താൻ പറ്റില്ല, പിന്ന് എക്സിലേക്ക് എത്താൻ പറ്റില്ല. സോ ഇത് തെറ്റാണ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അതായത് എങ്ങനെയാ നമ്മൾ അവിടത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ ഇതാ എക്സിൻ്റെ അടുത്ത് നമ്മളിതാ ഇവിടെ ബ്ലോക്കായി, ഇവിടെ ബ്ലോക്കായി. സോ ഇത് തെറ്റാണ്. ക്ലിയർ? ഇത് തെറ്റാണ്. അടുത്തത് പി എന്ന് ജിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? അതായത് ശരിക്കും ക്വസ്റ്റ്യൻ എന്താ? ജി ലെസ് ദാൻ പി.
അങ്ങനെ എത്താൻ പറ്റുന്നുണ്ടോ? പിന്ന് ജിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പി എവിടെ? ഇത്. ജി എവിടെ? ജി ഇതാ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം ആണ്. കാരണം എച്ച്, അതായത് പി നേരെ എമ്മിലേക്ക് എത്തി, എം നേരെ എച്ചിലേക്ക് എത്തി, ഇനിയോ എച്ച് നേരെ ജിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. സോ സെക്കൻഡ് കൺക്ലൂഷൻ ശരിയാണ്. ക്ലിയർ? സെക്കൻഡ് കൺക്ലൂഷൻ ശരിയാണ്. ഇനി തേർഡ് എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് വൈയിലേക്ക് എത്തണം. എച്ച് എന്ന് വൈയിലേക്ക് എത്താൻ പറ്റുമോ? എച്ച് എന്ന് വൈയിലേക്ക് എങ്ങനെ എത്തും? എച്ച് എന്ന് നമുക്ക് എവിടെ എത്താൻ പറ്റും? എച്ച് എന്ന് എമ്മിലേക്ക്, അതായത് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതാ? എം. ഇതാ ഇവിടെ എം ഉണ്ട്. എച്ച് എന്ന് എമ്മിലേക്ക് എത്തിയിട്ടാണ് വൈയിലേക്ക് പോകേണ്ടത്. പക്ഷേ എച്ച് എന്ന് എമ്മിലേക്ക് തന്നെ എത്താൻ പറ്റുന്നില്ല. സോ ഇതും തെറ്റാണ്. ഒൺലി ഏതാണ്? കൺക്ലൂഷൻ 2 ഫോളോസ്. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അല്ലേ? ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ കുറച്ച് പണിയുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യും? അതായത് ഓരോന്നിന്റെയും ആദ്യം നമ്മൾ ഷേപ്പ് മനസ്സിലാക്കണം. അതായത് അറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, അറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ബി. എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബി അല്ല. അപ്പൊ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ബി അല്ല. അപ്പോ എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ അല്ല, അപ്പൊ ലെസ് ദാൻ ആവാം ഓർ ഈക്വൽ ടു ആവാം. ക്ലിയർ? ഇനി അതായത് ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് എന്താണ്? ഗ്രേറ്റർ ദാൻ ബി. എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? ഇത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണ്. അടുത്തത് ഇത് ഈ സിമ്പിൾ എന്താണ്? നോട്ട് ലെസ് ദാൻ ബി. ലെസ് ദാൻ ബി അല്ല. അപ്പൊ എന്താവും? ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആവാം. അടുത്തത് ഈ സൈൻ സിമ്പിൾ എന്താണ്? ലെസ് ദാൻ ബി ആണ്. ലെസ് ദാൻ ബി. ക്ലിയർ? ഇനി ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഷ് എന്ന് പറഞ്ഞാൽ neither greater nor less than. സോ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇപ്പൊ നമുക്ക് എല്ലാ സിമ്പിളിന്റെയും സൈൻ കിട്ടി. ഇനി നമുക്ക് എന്താ? ഇതാ ഇവിടെ തന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എം, ഇതിന് പകരം നമ്മൾ ഇത് ഗ്രേറ്റർ ദാൻ എച്ച് ഫസ്റ്റത്തെ ആയി. കെ നോക്കിയേ ലെസ് ദാൻ എം, ജി ആഷ് ആണ്, അപ്പൊ ഈക്വൽ എച്ച്. ക്ലിയർ? ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഇനി കൺക്ലൂഷൻ നോക്കിയാലോ? ഫസ്റ്റത്തെ കൺക്ലൂഷൻ എച്ച് ആഷ്, അപ്പൊ ഈക്വൽ ടു കെ ആണ്. സെക്കൻഡ് കൺക്ലൂഷൻ എം സ്റ്റാർ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് കിട്ടുക. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇനി ഫസ്റ്റത്തെ എച്ച് എന്ന് കെയിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? എച്ച് എന്ന് കെയിലേക്ക് എങ്ങനെ പോവും? എച്ച് എന്ന് എമ്മിലേക്ക് തന്നെ പോകാൻ പറ്റില്ല. സോ എച്ച് എന്ന് കെയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. എച്ച് എന്ന് കെയിലേക്ക് പോകാൻ പറ്റില്ല. സോ ഫസ്റ്റത്തെ കൺക്ലൂഷൻ തെറ്റ്. സെക്കൻഡ് കൺക്ലൂഷൻ നോക്കിയേ, എം എന്ന് ജിയിലേക്ക് പോയാൽ മാത്രം പോരാ, അതെല്ലാം ഈക്വലും ആവണം. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എം എന്ന് ജിയിലേക്ക് പോകാം, എത്തിയാൽ മാത്രം പോരാ, എല്ലാം ഈക്വലും ആവണം. സോ നമ്മൾ എം എന്ന് ജിയിലേക്ക് പോകാം. സോ അതും പറ്റില്ല, കാരണം എം എന്ന് ജിയിലേക്ക് പോകാം, അവിടെ ഈക്വലിൽ നിന്നുള്ള ഓപ്ഷൻ ഇല്ല. എം എന്ന് എച്ചിലേക്ക് പോകാം, അവിടെ ഈക്വൽ എന്നുള്ള ഓപ്ഷൻ ഇല്ല. എം എന്ന് എച്ചിലേക്ക് പോകാം, പിന്നെ ജിയിലേക്ക് പോകാം. പക്ഷേ അതായത് ഇങ്ങനെയാണുള്ളത്, എം എന്ന് എച്ചിലേക്ക് പോവാം, ഈക്വൽ ജി ആണുള്ളത്. പക്ഷേ ഇവിടെ ഒരു ഈക്വൽ വന്നാൽ നമുക്ക് അത് കൺസിഡർ ചെയ്യാം. പക്ഷെ എന്താ? ഇത് പറ്റില്ല. ക്ലിയർ? അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. രണ്ടും തെറ്റാണ്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെയാണ് വരിക. കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ സിമ്പിൾ. എന്നിട്ടോ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ? അപ്പൊ അടുത്തയും സെയിം ആണ്. നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് സിമ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് മാറ്റി എഴുതണം. അപ്പൊ ആദ്യം എന്താ? അറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിയാൽ എ ഈസ് നോട്ട് ലെസ് ദാൻ ബി. അപ്പൊ ലെസ് ദാൻ അല്ല, അപ്പൊ ഗ്രേറ്റർ ദാൻ ആവാം, ഈക്വൽ ആവാം. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. നെക്സ്റ്റ് ഡോളർ എന്താണ്? നോട്ട് മോർ ദാൻ ബി. മോർ ദാൻ അല്ല, അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ക്ലിയർ? അടുത്തത് ഈ സിമ്പിൾ ആഷ് ഏതാണ്? നെയ്തർ ലെസ് ദാൻ നോർ മോർ ദാൻ. സോ ലെസ്സും അല്ല മോറും അല്ല, അപ്പൊ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റാർ എന്താണ്? നെയ്തർ മോർ ദാൻ നോർ ഈക്വൽ ടു. മോർ ദാനും അല്ല, ഈക്വൽ അല്ല, അപ്പൊ എന്താണ്? ലെസ് ദാൻ ആണ്. ഇവിടെ നോക്കിയ അടുത്തതോ പെർസെൻറ്റേജ് എന്താണ്? നെയ്തർ ലെസ് ദാൻ അല്ല, ഈക്വലും അല്ല, അപ്പൊ എന്തായാലും ഗ്രേറ്റർ ദാൻ ആണ്. സോ നമുക്ക് ഈ 5 സിമ്പിളും കിട്ടി. ഇനി അത് വെച്ച് നമ്മുടെ സ്റ്റേറ്റ്മെന്റിനെ മാറ്റണം. ക്ലിയർ? അപ്പൊ ആദ്യം എന്താ? എഫ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ. ഡി ഡോളർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. പിന്നെന്താണ്? ഇ ആഷ് ഈക്വൽ ടു. ആറ് സ്റ്റാർ ലെസ് ദാൻ. പിന്നെ എസ് അറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു.
പിന്നെ വി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, പിന്നെ കെ എഴുതിയാൽ മതി. അടുത്തത് നമ്മുടെ കൺക്ലൂഷൻ. ഫസ്റ്റത്തെ എന്താണ്? ഡി സ്റ്റാർ ഡി ലെസ് ദാൻ 6, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡി ആഷ് ഈക്വൽ ടു 6. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കണം. സോ നമുക്ക് എങ്ങനെ പോവാം? ആദ്യം 6 എന്ന് ഡിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? 6 ഇവിടെ, ഡി ഇവിടെ. സോ ഇതാ ഇവിടെ ഈക്വൽ ആണ്, പോവാം. ഇവിടെ ഇതാണ് പോവാം, ഇവിടെ ഈക്വൽ ആണ്. സോ ഇത് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്താ, ചിലപ്പോൾ എന്താ ഈക്വലും ആവാം. കാരണം എന്താ, ഇതെപ്പോഴും ഇതിനോട് ഡിയും ഇയും എപ്പോഴും ഈക്വൽ ആവണം എന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ ചിലപ്പോൾ എന്താവാം, ഇതാവാം, അല്ലെങ്കിൽ ഈക്വൽ ആവാം. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഈക്വൽ ആണുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചിലപ്പോൾ എന്താ, ഇതാവാം, ഇതിൽ ഏതെങ്കിലും ആവാം. അപ്പൊ ഇതിൽ ഓപ്ഷൻ വരുന്നത് എന്താ, ഈതർ കൺക്ലൂഷൻ 1 ഓർ കൺക്ലൂഷൻ 2 ഫോളോസ്. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. കാരണം എന്താ, ചിലപ്പോൾ ഇയും ഡിയും 2 തന്നെയാണ്, ഇത് 3 ആണ്, സോറി ഇതും 2 ആണ്, 3ഉം 2 ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അതല്ല, ഇതും 2ഉം 3 ആണ്, ഇത് 2 ആണ്, അപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമുക്ക് ഇതിൽ രണ്ടിൽ ഏതും, ഈ കൺക്ലൂഷനിൽ ഏത് വേണമെങ്കിലും ആവാം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത നമ്മൾ ക്യൂബ്സ് ആണ് നോക്കാൻ പോകുന്നത്. ക്യൂബ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ്, സിമ്പിളായി കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതുപോലെ ഒരു 3 ഡിഫറെന്റ് പൊസിഷൻ ഓഫ് എ ഡൈ ഷോൺ. അപ്പോൾ ഇതിന്റെ 3 ഡിഫറെന്റ് പൊസിഷൻ ആണ് തന്നിട്ടുള്ളത്. അതായത് ഒരു ഡൈസിന്റെ 3 ഡിഫറെന്റ് പൊസിഷൻ, അതായത് ഡിഫറെന്റ് വ്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താണ്, ഓപ്പോസിറ്റ് ഫേസ് ടു ദ ഫേസ് ഷോൺ ദ 2 എന്ന് എഴുതിയതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇത് കണ്ടുപിടിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ ഇമേജ് നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാണ്? നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ 2 ഇമേജ് നോക്കാം. ഇവിടെ കോമൺ ആയിട്ടുള്ള ഏതാണ്? 4 ആണുള്ളത്. സോ ഈ കോമൺ ആയിട്ടുള്ളതെന്ന് നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലോക്ക് വൈസ് എടുക്കുക. സോ ഫസ്റ്റത്തെ ഇമേജ് ക്ലോക്ക് വൈസ്, ഈ ഇമേജിൽ നിന്ന് ക്ലോക്ക് വൈസ് നമ്മൾ എടുക്കുമ്പോൾ ആദ്യം കോമൺ ആയിട്ടുള്ള ഇമേജ് 4 എടുക്കുക. ക്ലിയർ? എന്നിട്ട് നെക്സ്റ്റ് നമ്പർ 5, നെക്സ്റ്റ് 3. ഇതാണ് ഫസ്റ്റത്തെ കിട്ടുക. ഇനി സെക്കൻഡ് നോക്കിയാലോ, കോമൺ ആയിട്ടുള്ള നമ്മൾ ഇതിന്റെ നേരെ താഴെ എഴുതുക. നെക്സ്റ്റ് എന്താ, 1 ആണ്. ക്ലോക്ക് വൈസ് നോക്കണം നമ്മൾ, ക്ലോക്ക് വൈസ് 1, നെക്സ്റ്റ് 2. ഇനി ഈ 3ന്റെ നേരെ താഴെയുള്ളതായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ്, 5ന്റെ നേരെ താഴെയുള്ളതായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ്. ഇവിടെ ഇല്ലാത്ത വാല്യൂ, കാരണം ഇവിടെ 2ലും 4 ആണുള്ളത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ലാത്ത വാല്യൂ 6 ആയിരിക്കും. ക്ലിയർ? നമ്മളോട് ചോദിച്ചു 2ന്റെ ഓപ്പോസിറ്റ് ഏതാണ്? അപ്പൊ നമുക്കറിയാം 2ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി അതല്ല, നമ്മൾ സെക്കൻഡ് ഇമേജ് എടുത്താൽ, ഈ ഇമേജ് എടുത്താൽ ഇവിടെ ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? സെക്കൻഡ് ഇമേജ് നമ്മൾ നോക്കിയാൽ 2ലും 1 ആണ് കോമൺ ആയിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 1 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ഇങ്ങനെ പോകുന്നു. 1 2 4 1 3 6. ക്ലിയർ? ഇവിടെ നോക്കിയേ, 4ന് ഓപ്പോസിറ്റ് 6, 2ന് ഓപ്പോസിറ്റ് 3, 1ന് ഓപ്പോസിറ്റ് ഇവിടെ ഇല്ലാത്ത വാല്യൂ ഏതാണ്? 5 ആണ് 1ന് ഓപ്പോസിറ്റ്. സെയിം അല്ല ഇവിടെയും കിട്ടിയത്? സെയിം ആണ് ഇവിടെയും കിട്ടിയത്. ക്ലിയർ? അപ്പൊ നിങ്ങൾ കോമൺ ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ക്ലോക്ക് വൈസ് കറങ്ങാം. ക്ലിയർ? അപ്പോൾ ആൻസർ എ ആണ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മളൊരു ഡൈസിന്റെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ക്ലോസ് ചെയ്താൽ ഇതിൽ ഏത് ഇമേജ് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. നമ്മൾ ഒന്നിടവിട്ടുള്ള വാല്യൂസ് ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കാം. അതായത് നോക്കിയേ, 6 5 വിട്ടു, നമ്മൾ 2 അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ 6ന്റെ ഓപ്പോസിറ്റ് ഏതാണ്? 2 ആണ്. 5ന്റെ ഓപ്പോസിറ്റ് നേരെ ഏതാണ്? 3 ആണ്. ഒന്നിടവിട്ടുള്ള വാല്യൂ എടുക്കുക. 4ന്റെ ഓപ്പോസിറ്റോ, നിങ്ങൾ നേരെ ഈ 1നെ നേരെ ഇവിടെ കൊണ്ടിട്ടാലോ, 4 3 വിട്ടു, ബാക്കി 1 ഉണ്ട്. സോ 4ന്റെ ഓപ്പോസിറ്റ് 1 ആണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ കിട്ടി, ഓപ്പോസിറ്റ് വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടി. അപ്പൊ ഇനി ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ 4 1 5. അപ്പൊ ഇത് ഡിഫറെന്റ് ഫേസ് തന്നിട്ടുണ്ട്, ഇതിനുള്ള ഓപ്പോസിറ്റ് വാല്യൂ ഒന്നും തന്നിട്ടില്ല. പക്ഷെ നമ്മൾ നോക്കിയാൽ ഇവിടെ 4ഉം 1ഉം കണ്ടോ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് വാല്യൂസ് ആണ് 4ഉം 2ഉം. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ അടുത്തടുത്തുള്ള വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് തെറ്റാണ്, 4ഉം 2ഉം ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. ഇവിടെ നോക്കിയാൽ 5ഉം 3ഉം ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. പക്ഷെ 5ഉം 3ഉം ഓപ്പോസിറ്റ് അല്ലേ, പക്ഷെ ഇവിടെ അടുത്തടുത്തുള്ള വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കിയാൽ 6ഉം 2ഉം ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്, പക്ഷെ അടുത്തടുത്താണ് കൊടുത്തിട്ടുള്ളത്, അതും തെറ്റ്. ഇവിടെ നോക്കിയാൽ 6 5 4, 6 5 4 എല്ലാം ഡിഫറെന്റ് ഫേസ് ആണ്, ഓപ്പോസിറ്റ് അല്ല. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പൊ ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് വാല്യൂസ് 2 3 1, അതൊക്കെ വേറെ സൈഡിൽ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ
എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അപ്പൊ ഇതുമായിട്ട് ഈ ഡേയ്സ് അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഫിഗറുമായി ബന്ധപ്പെട്ട് കറക്റ്റായി കിട്ടുന്നത് ഏതാണ്? അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഓപ്പോസിറ്റ് വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ കോമൺ ഏതാണ്? ഇവിടെ 2 2 3 3. അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം കോമൺ ആയിട്ട് വന്നാൽ നമുക്ക് എന്താ അതിൽ കോമൺ അല്ലാത്ത വാല്യൂസ് എന്താ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ 6ഉം 4ഉം ഓപ്പോസിറ്റ് ആണ്. ഇനി ഇവിടെ നോക്കിയാലോ 6ഉം 4ഉം ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഇമേജ് നോക്കിയാലോ ഇതിൽ കോമൺ ഏതാണ്? ഇവിടെ നോക്കിയാൽ 6ഉം 5ഉം കോമൺ ആണ്. അപ്പൊ 1ഉം 3ഉം ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 2ഉം ഏതാ 5ഉം ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിൽ നോക്കിയാൽ ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് വരുന്നത് നോക്കാം. ഇവിടെ നോക്കിയാൽ 6ഉം 4ഉം ഓപ്പോസിറ്റ് ആണ്. കാരണം ഒന്നിടവിട്ട് 6ഉം 4ഉം ഓപ്പോസിറ്റ് കറക്റ്റ് ആണ്. പിന്നെ 3ഉം 2ഉം ഓപ്പോസിറ്റ് ആണ്. 3ഉം 2ഉം ഓപ്പോസിറ്റ് ആണ്. അല്ലല്ലോ 3ഉം 2 അല്ല 5ഉം 1 ആണ് ഇവിടെ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ തെറ്റാണ്. ഇനി ഇവിടെ നോക്കിയാൽ 2ഉം 1ഉം ഓപ്പോസിറ്റ് ആണ്. അല്ലല്ലോ 2ഉം 1ഉം അല്ല ഓപ്പോസിറ്റ് തെറ്റ്. ഇവിടെ നോക്കിയാൽ 1ഉം 5ഉം ഓപ്പോസിറ്റ് ആണ്. അതും അല്ല തെറ്റ്. ഇവിടെ നോക്കിയാൽ 5ഉം 2ഉം ആണ് ഓപ്പോസിറ്റ് കറക്റ്റാ അത് കറക്റ്റാണ്. 3ഉം 1ഉം ആണ് ഓപ്പോസിറ്റ് അതും കറക്റ്റാണ്. പിന്നെ 4ഉം 6ഉം അതായത് 6 നമ്മൾ ഇവിടെ വെച്ചു. അപ്പോൾ 4ഉം 6ഉം ആണ് ഓപ്പോസിറ്റ്. സോ നമ്മൾ ഈ കണ്ടീഷൻ ഫുള്ള് ഓക്കെ ആകുന്നുണ്ട് ഈ ഓപ്ഷൻ ഡി എന്ന ഓപ്ഷനിൽ. ക്ലിയർ? അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതും സെയിം ആണ്. അപ്പം ഇതുപോലെ വരുന്നത് എവിടെയാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ക്ലിയർ? അപ്പം ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അതായത് ഇവിടെ നോക്കിയാൽ 3 സൈഡ് നമുക്ക് മനസ്സിലായി. എന്താണ്? ഒന്ന് ഇതുപോലെ ഡാർക്ക് സർക്കിൾ, ഒന്ന് ഇതുപോലെ എന്താ ഷെയ്ഡ് വൈറ്റ് സർക്കിൾ, ഒന്ന് ഒരു ഭാഗത്ത് ഒന്നുമില്ലാത്ത സൈഡ്. ഇതാണ് നമ്മളെ 3 സൈഡ്. ബാക്കി 3 സൈഡ് ഏതാണെന്ന് നമുക്ക് അറിയില്ല. സോ നമ്മൾ ഇവിടെ നോക്കണ്ടേ അതുപോലെ വരുന്ന കാര്യങ്ങൾ ഏതാണെന്ന് നോക്കണം. സോ ഫസ്റ്റത്തെ നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലാവും? ഇവിടെ നോക്കിയാൽ ദാ ഇത് നമ്മുടെ സർക്കിള്, അതായത് ഇത് പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് വന്നിട്ടുള്ളത്. ക്ലിയർ? ഈ സർക്കിളിന് ഓപ്പോസിറ്റ്. പക്ഷെ ഇവിടെ നോക്കിയാലോ നമ്മൾ ശരിക്കും ഇമേജ് ഒറിജിനൽ ഇമേജ് എന്താ? ഇത് രണ്ടും അടുത്തടുത്ത് നെയ്ബേഴ്സ് ആണ്, അടുത്തടുത്താണ്. ക്ലിയർ? പക്ഷേ ഇവിടെ നോക്കിയാലോ ഓപ്പോസിറ്റ് ആണ്, വേറെ എവിടെയോ അപ്പുറത്തെ വീട്ടുകാരനാണ്. ക്ലിയർ? അപ്പോൾ എന്താ ഇത് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ തെറ്റ്. ഇനി രണ്ടാമത്തെ നോക്കിയാലോ? രണ്ടാമത്തെ നോക്കിയാൽ ഇതാ സർക്കിളിന് ഓപ്പോസിറ്റ് ഇതാണുള്ളത്. ക്ലിയർ? സർക്കിളിന് ഓപ്പോസിറ്റ് ഇതാണുള്ളത്. അപ്പോൾ ഇത് വേറെ എവിടെയാണുള്ളത്? പിന്നെ ഇതിന്റെ ഒരു സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഇതും വരാം. ക്ലിയർ? അതായത് ഇതും 3 സൈഡും വേറെ വേറെയാണ്. അതായത് ഞാൻ പറഞ്ഞത് വൈറ്റ് ഇവിടെ ഉണ്ട്. വൈറ്റിന് ഓപ്പോസിറ്റ് എന്താണ്? വൈറ്റിന് അടുത്താണ് നമുക്ക് എന്താ ഈ നമ്മുടെ ബ്ലാക്ക്. വൈറ്റിനകത്ത് അടുത്താണ് നമുക്ക് ബ്ലാക്ക് വരേണ്ടത്. അതിവിടെ വരാം, കാരണം ഓപ്പോസിറ്റ് അല്ലാന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് വൈറ്റിനകത്ത് അടുത്ത് ബ്ലാക്ക് വരാം. പിന്നെ അവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സൈഡും വരാം. സോ ഇതാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അവിടെ വെക്കാം, നോക്കാം. ഇവിടെ നോക്കിയാലോ ഇത് നോക്കിയാൽ ഇവർ രണ്ടും അടുത്തടുത്ത് വന്നു. ഓക്കെ, അടുത്തടുത്ത് വരാം. പിന്നെന്താ വരേണ്ടത്? ഒരു ഇമേജ് ഇതിന്റെ സൈഡിൽ വരണം. സോ ഇത് നമുക്ക് ആവാൻ ചാൻസ് ഉണ്ട്, അറിയില്ല, ചാൻസ് ഉണ്ട്. സോ അടുത്ത് നോക്കിയാൽ ഇതും ഓപ്പോസിറ്റ്, ഇതും ഓപ്പോസിറ്റ്. അപ്പോൾ ഈ 3 ഇമേജിലും നമുക്ക് കൺഫ്യൂഷൻ വരും. ക്ലിയർ? അപ്പോൾ ഈ 3 ഇമേജാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ തെറ്റ്, ബാക്കി 3 ഇമേജാണ് ഉള്ളത്. സോ നമുക്ക് നോക്കിയേ, ഇത് നോക്കിയാൽ നമ്മൾ ഇവിടെ സർക്കിൾ വരച്ചു. സോ സർക്കിൾ വരച്ചു. ഇനി ഇവിടെ നമുക്ക് എന്തായി? ഈ പോയിന്റ് ഇവിടെ കിട്ടി. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള വാല്യൂ ഇവിടെ കിട്ടി. സോ ഇത് നേരെ കറങ്ങിയിട്ട് ഇവിടെ വരും, ഇങ്ങനെ വരും. സോ ഇവിടെ എന്തായി? ഇവിടെ ഈ പ്ലെയിൻ ആയിട്ടുള്ള വാല്യൂ കിട്ടി. ഇവിടെ നമുക്ക് എന്തായി? മനസ്സിലായോ? അതായത് ഈ ഇമേജ് ഇവിടെ കിട്ടി. ഇത് നേരെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെ എന്ത് കിട്ടി? ബ്ലാക്ക് കിട്ടി. ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാധനം കിട്ടി. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിയാലോ? ഇവിടെ നോക്കിയാൽ ഈ സാധനം, ഇത് നമുക്ക് ഇതുപോലെ വരക്കാം. ഇത് ഓക്കെ ആയി. ഇതിൻ്റെ അടിയിൽ ഇതാണ്. പക്ഷെ ഈ സൈഡിൽ നമുക്ക് എന്താ വരണം? ഈ സൈഡിലാണ് നമുക്ക് വൈറ്റ് ഉള്ളത്. ഈ സൈഡിലാണ് വൈറ്റ് വരേണ്ടത്. പക്ഷെ ആ സൈഡിലേക്ക് വൈറ്റ് എങ്ങനെ വരും? ആ സൈഡിൽ വൈറ്റ് വരില്ല. ഈ സൈഡിൽ വരുന്നത് ഏതാണ്? ഇതായിരിക്കും ഈ സൈഡിൽ വരുന്നത്. ക്ലിയർ? ഇതായിരിക്കും ഈ സൈഡിൽ വരുന്നത്. അപ്പോൾ ഇത് റോങ് ആണ്. ക്ലിയർ? ഇനി ഇത് നോക്കിയാൽ ഇവിടെ നമുക്ക് ഇത് വന്നു. ഇതിന് നേരെ ഇവിടെ വരാം. പിന്നെ ഇത് ഈ സൈഡിൽ വന്നു. ഈ വൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും.
ക്ലിയർ? ഈ വൈറ്റ് ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷെ ഇതാ ഈ സൈഡിൽ നമുക്ക് വൈറ്റ് വരണം. പക്ഷേ ഈ സൈഡിൽ എന്താ വരിക? ഈ സൈഡിൽ ഇതായിരിക്കും വരിക. ക്ലിയർ? അപ്പം ഇത് നോക്കുമ്പോൾ ഓപ്ഷൻ ബി മാത്രമാണ് നമുക്ക് കറക്റ്റ് കിട്ടുക. ഓപ്ഷൻ ബി മാത്രമാണ് നമുക്ക് കറക്റ്റ് കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മനസ്സിലായോ? അതായത് ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തു. രണ്ടാമത്തെ നോക്കുമ്പോൾ ഇവിടെ സർക്കിൾ ഇങ്ങനെ വന്നു. സർക്കിളിന്റെ പോർഷൻ നമുക്ക് ഇങ്ങനെയാണ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇവിടെ എന്ത് വരും? ഇവിടെയാണ് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സാധനം. ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. അതായത് ഇവിടെ നോക്കാം, ഞാൻ എന്താണ് ഇവിടെ നമുക്ക് ഇത് നമുക്ക് മേലത്തെ ഭാഗമായിട്ട് എടുക്കാം. അതായത് മേലത്തെ ഭാഗം നമ്മൾ സർക്കിൾ എടുത്തു. ഓക്കെ, അതിന് ഇതാ ഇവിടെയുള്ള ഭാഗം, ഇവിടുന്ന് താഴേക്കുള്ള ഭാഗം എന്തായിരിക്കും? ഇവിടുന്ന് താഴേക്കുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ വൈറ്റ് ആയിരിക്കും. ക്ലിയർ? ഇവിടുന്ന് താഴേക്കുള്ള ഭാഗം ഈ വൈറ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അടിവശമായിരിക്കും നമുക്കതാ ഇത് കിട്ടുക. അടിവശത്താണ് നമ്മളിതാ ഈ സ്ക്വയർ കിട്ടുക. ഈ വശത്ത് നമുക്ക് എന്ത് കിട്ടും? പ്യുവർ വൈറ്റ് കിട്ടും. ഇത് ഇവിടെ വൈറ്റ് ആയി കിട്ടും. ഈ സാധനം നമുക്കിതാ ഈ സൈഡിലാണ് നമുക്ക് ഇതാ ഇത് കിട്ടുക. ക്ലിയർ? അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിതാ ഇതേ ഷേപ്പുള്ള സാധനം ഇവിടെ കിട്ടും. പക്ഷെ ഇവിടെ നോക്കിയാൽ നമ്മളിതാ മേലത്തെ ഭാഗം നമ്മളിതാ ഇതായിട്ട് എടുത്തെന്ന് വിചാരിക്കാം. സോ ഇതിൻ്റെ അപ്പുറം സൈഡ് എന്താണ്? ഇതൊരു ക്യൂബായിട്ട് തോന്നുന്നില്ലേ? ഡൈ ആയിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഇത് നമ്മൾ എടുത്തു. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഭാഗം, ഇവിടെയുള്ള ഈ സൈഡ് എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ അടിവശം എന്ന് പറയുന്നതും വൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഈ വശം ഇവിടെ ഡാർക്ക് കിട്ടും. സോ നമുക്കിതാ ഈ ഫേസ് നമുക്ക് എന്ത് വേണം? ഈ ഫേസ് നമുക്ക് വൈറ്റ് ആയിട്ട് വേണം. പക്ഷെ ഇത് അതുപോലെ കിട്ടില്ല. ക്ലിയർ? ഓപ്ഷൻ ബി മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ? ഇവിടെ നോക്കിയാൽ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ആർ ഐഡന്റിഫൈങ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് ഫേസ്. അപ്പോൾ ഓപ്പോസിറ്റ് ഫേസ് വരുന്ന പെയർ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ സെയിം ആണ്. ഏതാണ്? ആദ്യം ഇതിൽ കോമൺ ആയിട്ടുള്ള ടേം നോക്കാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 5 ഉണ്ട്. സോ 1ഉം 3ഉം ഓപ്പോസിറ്റ് ആണ്. കിട്ടിയല്ലോ? 1ഉം 3ഉം ഓപ്പോസിറ്റ് ആണ്. സോ നമ്മളിതാ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 1ഉം 3ഉം ഓപ്പോസിറ്റ് ആണ്, കറക്റ്റ്. ഇനി വേറെ നമ്മൾ നോക്കിയാൽ വേറെ ഏതൊക്കെ ഫേസ് ആണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്? ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 1ഉം 3ഉം ഓപ്പോസിറ്റ് ആണെന്ന് കിട്ടി. ഇനി ഏതാണ്? ഇതും കമ്പൈൻ ചെയ്താൽ അവിടെ 1ഉം 3ഉം ആണ് ഓപ്പോസിറ്റ് അല്ലേ? എല്ലാം കമ്പൈൻ ചെയ്താലും നമുക്ക് 1ഉം 3ഉം ആണ് ഓപ്പോസിറ്റ് കിട്ടുക. ഇനി നോക്കിയാൽ ഇതും 1, ഇവിടെ 1. സോ 1 6 4 1 5 2. സോ ഇവിടെ എന്താ? 4ന് ഓപ്പോസിറ്റ് 2 ആണ്, 6ന് ഓപ്പോസിറ്റ് 5 ആണ്, 1ന് ഓപ്പോസിറ്റ് 3 ആണ്. അപ്പോൾ 1ന് ഓപ്പോസിറ്റ് 3 ആണ്, ഇത് തെറ്റാണ്. 3ന് ഓപ്പോസിറ്റ് 1 ആണ്, അതും തെറ്റാണ്. 3ന് ഓപ്പോസിറ്റ് 1 ആണ്. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്യൂബ്സ് ആൻഡ് ഡൈസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ടഫായി തോന്നുന്ന ക്വസ്റ്റ്യൻ ഇത് മാത്രമായിരിക്കും. ഏതാ? ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ലോജിക് ഉപയോഗിച്ച് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എങ്ങനെയാണ്, ഓരോ സൈഡും എങ്ങനെയായിരിക്കും. അങ്ങനെ ചെയ്താൽ ഇത് വളരെ സിമ്പിളായിട്ട് കിട്ടും. ക്ലിയർ? അപ്പോൾ അടുത്ത ടോപ്പിക്കായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.